ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലം അതിൻ്റെ ഉച്ചകോടിയിലെത്തി നിൽക്കുമ്പോൾ തിരുസഭ നമുക്ക് ധ്യാന വിഷയമാക്കാൻ തന്നിരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള വചനഭാഗങ്ങളാണ്. ഇന്നത്തെ ഒന്നാം വായനയിൽ ജെറമ്യാ പ്രവാചകനിലൂടെ ദൈവം അരുൾ ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. ഇത് ബൈബിളിലെ കേന്ദ്രഭാഗമാണ്. ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം നമ്മൾ ഈ വാചകം ഓർമ്മിക്കുന്നു. കാരണം യേശു താൻ മരിക്കുന്നതിൻ്റെ തലേന്നാൾ മുന്തിരിച്ചാറ് നിറഞ്ഞ പാനപാത്രം എടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് എൻ്റെ രക്തത്തിലുള്ള നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു എന്ന്. യേശുവിൻ്റെ കാലത്തെ ഒരു യഹൂദനും ഈ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാകാതിരിക്കില്ല. കാരണം അനേകം വർഷങ്ങൾക്ക് മുമ്പ് ജെറമ്യാ പ്രവാചകനിലൂടെ ദൈവം അരുൾ ചെയ്ത പുതിയ ഉടമ്പടി ക്രിസ്തുവിലൂടെ യാഥാർത്ഥ്യമാവുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിലുടനീളം ദൈവം മനുഷ്യരുമായി നോഹ, അബ്രഹാം, മോശ, ദാവീദ് എന്നിവരുമായി ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ആ ഉടമ്പടികൾ വെറുമൊരു കരാറായിരുന്നില്ല, ഉടമ്പടിയിൽ വ്യക്തികളെ കൈമാറുകയാണ്. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. മനുഷ്യന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഈ ഉടമ്പടിയുടെ കാതൽ നിയമമായിരുന്നു. ദൈവം തൻ്റെ ജനത്തോട് ഒരു കൂട്ടം കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഞാൻ ശരിക്കും നിങ്ങളുടെ ദൈവവും നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ജനവുമാണെങ്കിൽ, നിങ്ങൾ എൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാണെങ്കിൽ, നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറണം, നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അതായത് ദൈവീക ജീവിതവുമായി ജനത്തിൻ്റെ ജീവിതത്തിന് അനുരൂപതയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ 2 ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞു, ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ തൻ്റെ ജനവും പരിശുദ്ധരായിരിക്കാനാണ് നിയമങ്ങൾ നൽകിയതെന്ന്. അബ്രഹാം വഴി നൽകിയ പരിച്ഛേദന നിയമവും മോശ വഴി നൽകിയ വിപുലമായ ധാർമ്മികവും ആചാരാനുഷ്ഠാനപരവുമായ നിയമങ്ങളും ദാവീദ് വഴി നൽകിയ ദേവാലയത്തിലെ യാഗങ്ങളെ സംബന്ധിച്ച നിയമങ്ങളും തന്നിലേക്ക് ജനത്തെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. ഇതൊന്നും തന്നെ അസാധാരണമായ കാര്യങ്ങളല്ല. കാരണം നമ്മൾ ഒരു ക്ലബിലോ സംഘടനയിലോ അംഗമാകുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. ഏതെങ്കിലും ഒരു ഗെയിമിൻ്റെ പരിശീലനത്തിന് പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ നിയമങ്ങളും ചട്ടങ്ങളും അവിടെയുണ്ട്. അതറിഞ്ഞിരുന്നാൽ മാത്രമേ നല്ലൊരു കളിക്കാരനാകാൻ സാധിക്കുകയുള്ളൂ. സംഗീത പരിശീലനത്തിന് പോയി കഴിഞ്ഞാലും അങ്ങനെയാണ്. പരിശീലനം പലപ്പോഴും കോച്ച് അനാവശ്യമായി പലതും അടിച്ചേൽപ്പിക്കുന്നതായി നമുക്ക് ആദ്യം തോന്നിയേക്കാം. എന്നാൽ ആവർത്തിച്ചുള്ള പരിശീലനത്തിലൂടെ അതിൻ്റെ എല്ലാ ചലനങ്ങളും ഹൃദിസ്ഥമാക്കുമ്പോഴാണ് വളരെ മികച്ച രീതിയിൽ ഒരു കളിക്കാരനായി മാറാൻ സാധിക്കുന്നത്. ബൈബിളിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽ നിയമത്തിന് അനുസൃതമായി ജീവിച്ചില്ല എന്നാണ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഉടമ്പടിയുടെ നിയമങ്ങൾ അവർക്ക് ബാഹ്യമായിരുന്നു. ഏകപക്ഷീയമായി കൃത്രിമമായി അടിച്ചേൽപ്പിക്കപ്പെട്ടതായി തോന്നിയതിനാൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭയാനകമായ ആവശ്യങ്ങളായി അവർ അത് കണ്ടു. ഈ സാഹചര്യത്തിൽ ജെറമ്യായിലൂടെ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്തുവെങ്കിലും അതിനോടൊപ്പം തന്നെ പുത്തൻ പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു. ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. നിയമങ്ങൾ ഇനി ബാഹ്യമല്ല, അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും എന്നാണ്. അന്ത്യത്താഴവേളയിൽ ക്രിസ്തു തൻ്റെ രക്തത്തിലുള്ള പുതിയതും നിത്യവുമായ ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിയമങ്ങൾ സ്ഥാപിക്കുന്നു എന്നാണ്. രക്തത്തിലുള്ള ഉടമ്പടിയുടെ പാനപാത്രം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്നു, രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവൻ്റെ ജീവന്റെ ഉടമ്പടിയുടെ പാനപാത്രമാണ് അതെന്നാണ്. അങ്ങനെയെങ്കിൽ ആരാണ് ഈ ക്രിസ്തു എന്നുകൂടി അറിഞ്ഞിരിക്കണം. അവൻ യേശയെ പോലെയോ ജെറമ്യയെ പോലെയോ കേവലം ഒരു പ്രവാചകൻ മാത്രമല്ല, മോശയെ പോലെയോ ദാവീദിനെ പോലെയോ മറ്റൊരു വലിയ വ്യക്തിയുമല്ല. മറിച്ച് അവൻ യോഹന്നാൻ പറഞ്ഞതുപോലെ മാംസം ധരിച്ച വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറഞ്ഞാൽ, ക്രിസ്തു എന്നത് മാംസം ധരിച്ച നിയമം, മാംസം ധരിച്ച ദൈവത്തിൻ്റെ വചനവും ബുദ്ധിയും മനസ്സുമാണ്. അതുകൊണ്ടാണ് യേശു മലയിലെ പ്രസംഗത്തിൽ ആവർത്തിച്ച് പറയുന്നത്, നിയമത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉപദേശം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നിയമത്തെ
നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ, ഒരു കാലത്ത് കല്ലിന്മേൽ കൊത്തിവച്ചിരുന്ന നിയമത്തെ നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. ഇപ്പോൾ ആ നിയമം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. കാരണം ഓരോ ദിവ്യബലിയിലും നാം ആ നിയമം നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കുന്നു. നിയമം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് വഴി അത് നമ്മുടെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമായി തീരുന്നു. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ പറയുന്നത്, പരിശുദ്ധ കുർബാന നമ്മെ ക്രിസ്തുവൽക്കരിക്കുന്നു, ക്രിസ്തുവാക്കി ദൈവമാക്കി മാറ്റുന്നു എന്ന്. അത് നമ്മെ ദൈവിക ജീവിതത്തിൽ പങ്കാളികളാക്കുന്നു. അതുകൊണ്ടാണ് തോമസ് അക്വീനാസ് കൂദാശകളെ പുതിയ നിയമത്തിന്റെ കൂദാശകളെന്ന് വിശേഷിപ്പിച്ചത്. മാമോദീസ, സ്ഥൈര്യലേപനം, വിവാഹം, രോഗീലേപനം എന്നിവയെല്ലാം ക്രിസ്തുവിന്റെ ജീവിതവുമായി അനുരൂപപ്പെടാനുള്ള വഴികളാണ്. ഇവയാണ് പുതിയ നിയമങ്ങൾ. അവ നമ്മുടെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിലെ ഈ കൂദാശകളിൽ ഏറ്റവും മഹത്തായത് ദിവ്യബലിയാണ്. കാരണം മറ്റു കൂദാശകളിൽ ക്രിസ്തുവിന്റെ ശക്തിയാണ് ലഭിക്കുന്നത് എങ്കിൽ കുർബാനയിൽ ഇപ്സെ ക്രിസ്തുസ്, ക്രിസ്തുവിനെ തന്നെയാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കോർക്കാം. നമ്മൾ യേശുവിന്റെ ശരീരവും രക്തവും കഴിക്കുമ്പോൾ നമ്മൾ ഒരു പഴയ ആചാരമല്ല നടപ്പിലാക്കുന്നത്, ചില മഹത്തായ വ്യക്തികളെ ഓർക്കുകയല്ല, മറിച്ച് മാംസം ധരിച്ച നിയമത്തെ തിന്നുകയും കുടിക്കുകയുമാണ്. അതിപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പുതിയതും ശാശ്വതവുമായ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്നു. ഇതിനേക്കാൾ അപ്പുറമുള്ള മറ്റൊരു ഉടമ്പടി ഇല്ല. അതുകൊണ്ട് ഓരോ തവണയും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ ഉടമ്പടി സ്ഥിരീകരിക്കുകയാണ്. അതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിന്റെ ആകെ ഉറവിടവും അത്യുച്ച സ്ഥാനവുമെന്ന് പഠിപ്പിക്കുന്നത്. നമ്മിലുള്ള ദിവ്യകാരുണ്യത്താൽ നാം ക്രിസ്തുവായി തീരുകയും അതുവഴി നിയമം നമ്മിൽ എഴുതി ചേർക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ ഒരു ദിവ്യകാരുണ്യ ജനതയാണെങ്കിൽ, പുതിയതും ശാശ്വതവുമായ ഉടമ്പടിയുടെ പാനപാത്രത്തിലേക്ക് നാം വരുന്നവരാണെങ്കിൽ, ക്രിസ്തുവിന്റെ ജീവിതമനുസരിച്ച് ജീവിക്കാൻ ശക്തി ലഭിക്കുന്നു. അതിനാൽ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കുമെന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് ആഴ്ന്നിറങ്ങട്ടെ. അങ്ങനെ നിർമ്മലമായൊരു ഹൃദയത്തോടെ ജീവിതം നയിക്കുവാൻ നമ്മൾ പ്രാപ്തരാകുമാറാകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.